മമ്പറം ടൗൺ ഇനി കളറാകും. ലിങ്ക് റോഡിൽ ആധുനിക രീതിയിലുള്ള ടെൻസൈൽ ഫാബ്രിക് സ്ട്രക്ചർ സ്ഥാപിച്ചാണ് മോടി പിടിപ്പിച്ചത്. അതേസമയം സൗന്ദര്യവൽക്കരണം അശാസ്ത്രീയമായാണ് നടത്തിയെന്നാരോപിച്ച് വ്യാപാരികൾ രംഗത്ത് വന്നിട്ടുണ്ട്. മമ്പറം ടൗൺ മോടി കൂട്ടാനുള്ള പ്രവർത്തനത്തിലാണ് വേങ്ങാട് പഞ്ചായത്ത് അധികൃതർ. ഇതിനായി അത്യാധുനിക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയത്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി 1 കോടി രൂപ ചിലവിട്ടാണ് കണ്ണൂർ കൂത്തുപറമ്പ് പ്രധാന പാതയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ടൗണിന്റെ ഹൃദയഭാഗമായ ലിങ്ക് റോഡിൽ ആധുനിക രീതിയിൽ ടെൻസൈൽ ഫാബ്രിക് സ്ട്രക്ചർ സ്ഥാപിച്ചു കഴിഞ്ഞു. മേൽക്കൂട പോലെയുള്ള ഇത് മഴയ്ക്കും വെയിലിനും ആശ്വാസമാവുകയും ചെയ്യും. മാത്രമല്ല, നടപ്പാതകൾ ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ചു കഴിഞ്ഞു. ഇവിടെ കൈവരിയും സ്ഥാപിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നവീകരിക്കുകയും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുകയും ചെയ്തു കഴിഞ്ഞു. ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന പ്രവൃത്തിയാണെന്ന് വ്യാപാരി വ്യവസായ സമിതി പിണറായി ഏരിയ സെക്രട്ടറി ഇ സജിത്ത് പറഞ്ഞു. മമ്പറം സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയായി കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മമ്പറത്തെ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോൾ മേൽക്കൂര ഇവിടെ പ്രവൃത്തിയാണ് ഇപ്പോൾ അവസാന ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുക. ഇത് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന മഴയത്തായാലും വെയിലത്തായാലും അതിൻ്റെ കാഠിന്യം കുറക്കാൻ ഇതിൻ്റെ ഭാഗമായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മമ്പറം സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്റ്റേജ് നിർമ്മാണം, അതുപോലെ ഫുട്പാത്ത്, ഡ്രെയിനേജ് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മമ്പറത്തെ പട്ടണത്തെ സംബന്ധിച്ചും വ്യാപാരികളെ സംബന്ധിച്ചും വലിയൊരു ആശ്വാസമായിട്ട് മാറുക. അതേസമയം അശാസ്ത്രീയമായ പ്രവൃത്തിയാണ് നടത്തിയതെന്ന ആരോപണവുമായി വ്യാപാര സംഘടനകളും നാട്ടുകാരും രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും വിപരീതമായാണ് പ്രവൃത്തി നടത്തിയതെന്നും നിരവധി അപാകതകളുണ്ടെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി രതീഷ് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പം 1.5 അടിയോളം റോഡ് വീതി കുറഞ്ഞിട്ടുള്ളത്. വളരെ സുഗമമായിട്ട് 2 ബസ്സുകൾ കടന്നു പോകുന്ന റോഡായിരുന്നു. പക്ഷെ ഇപ്പോഴ് ഒരു കാർ ഒരു ബസ്സും പോകുമ്പോൾ തന്നെ ബ്ലോക്കായിട്ടുള്ളത്. ഇനിയിപ്പം ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ ഈ അവസ്ഥ കാണുമ്പോൾ. അതുകൊണ്ട് ഈ ഒരു പ്രവൃത്തി പറഞ്ഞ രീതിയല്ല നടത്തിയത്. റോഡിന്റെ ഇരുവശങ്ങളിലും ഫുട്പാത്ത് വീതി കൂട്ടിയതോടെ 45 സെന്റിമീറ്റർ റോഡിന്റെ വീതി കുറഞ്ഞു. ഇതുകാരണം ഇരുഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുമ്പോൾ യാത്ര ദുഷ്കരമാകും. അശാസ്ത്രീയമായ പ്രവൃത്തിയായതിനാൽ വാഹനങ്ങളുടെ ടയർ സ്റ്റീൽ പ്ലേറ്റിൽ തട്ടി പൊട്ടുകയും ചെയ്യുന്നുണ്ടെന്ന് മുൻ പഞ്ചായത്ത് അംഗം കെ പ്രസാദ് പറഞ്ഞു. ഈ റോഡിന്റെ വീതി കുറഞ്ഞെന്ന് മാത്രമല്ല, ഈ ഒന്നും തന്നെ ഇല്ല. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമാണ്. ഒരു ചെറിയ ബൈക്ക് പോലെ ഒരു സൈഡിൽ വെച്ചിട്ട് ഒരു കടയ്ക്ക് ഒരു സാധനം വാങ്ങാനുള്ള ഒരു സാഹചര്യം പോലും ഇപ്പോൾ ഇല്ലാതായിട്ടുള്ളത്. അപ്പോൾ സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടെല്ലാം കൂടി ചെയ്തിട്ട് നോക്കുമ്പോൾ ജനങ്ങൾക്കും കച്ചവടക്കാർക്കെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇതുവഴി പോകുമ്പോൾ നിങ്ങളൊരു കാലിൻ്റെ അടിയിൽ ഇരുമ്പിൻ്റെ പ്ലേറ്റാണ് ഉള്ളത്. വാഹനങ്ങൾ സൈഡെടുത്ത് പോകുമ്പോഴുണ്ടായ അവസ്ഥ എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ടയർ ആ പ്ലേറ്റിന് തട്ടിയിട്ട് 2-3 പല വാഹനത്തിൻ്റെ ടയർ പൊട്ടി അവർക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു നേട്ടമെന്ന് പറയാൻ ഒന്നുമില്ല. സ്കൂൾ തുറന്നാൽ 7000-ഓളം വിദ്യാർത്ഥികളാണ് ഇതുവഴി യാത്ര ചെയ്യേണ്ടത്. റോഡിന്റെ വീതി കുറഞ്ഞതിനാൽ യാത്രാക്കുരുക്കും വർദ്ധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസൈറ്റ്. നമസ്കാരം. AG ഗോൾഡ് വിഷു അക്ഷയ തൃതീയ സ്പെഷ്യൽ ഓഫറുകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ സ്വർണ്ണ പർച്ചേസ് കൂടുതൽ ലാഭകരമാക്കൂ. പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഓരോ 1 പവൻ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ട്. ഓരോ 50,000 രൂപ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവനിൽ കൂടുതൽ കൽക്കത്ത, ആന്റിക്, ചെട്ടിനാട് നഗാസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പ്രത്യേക ഡിസ്കൗണ്ട്. പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോഴും ഈ പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണ്. അക്ഷയ തൃതീയയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ ഓരോ പർച്ചേസും AG ഗോൾഡിൽ നിന്നാവട്ടെ.